സത്യത്തിലാരും തിരിച്ചറിഞ്ഞില്ല. അപ്പൊ സുഹൃത്തുക്കളെ, നമ്മളിന്ന് ഞായറാഴ്ചയാണ്. ഇന്ന് നമ്മൾ വന്നിട്ടുള്ള ബാർബർ ഷോപ്പിലാണ്. നാട്ടിലെ UP സ്റ്റൈൽ ബാർബർ ഷോപ്പിലാണ്. ഈ ബാർബർ ഷോപ്പിലുള്ള ഇന്നത്തെ പരിപാടികളും ബാർബർ ഷോപ്പിന്റെ സ്റ്റൈലും കാര്യങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ടോ. ഞാൻ വെട്ട് തുടങ്ങിയിട്ട് എത്ര കാലമായി? ഇത് വെട്ട് പഠിച്ച തലേതാണ്. ഫസ്റ്റ് വെട്ടിയ തലേതാ. അത് പറഞ്ഞാ ഇതെന്ന് ഫസ്റ്റ് വെട്ടിക്കണേ. ഇത് വേണം പഠിച്ചു നോക്കണേ. ഈ തല ഓർക്കാന് നേർച്ചകൾ വെച്ചുകൊടുക്കും. എന്താ ചെയ്ത വാണ്ടിത് ചെയ്തോന്ന് പറഞ്ഞുകൊണ്ട് വെച്ചുകൊടുക്കും. പിന്നെ ഞാൻ 4 ദിവസം വീട്ടിൽ പുറത്ത് വരും. പല രൂപത്തിലാക്കിയിട്ട് വികൃതമാക്കപ്പെട്ട രൂപത്തിലാക്കിയിട്ട് ആധാർ കാർഡിൻ്റെ ഫോട്ടോ വരെ മാറി. അതിനുശേഷം പിന്നെ ചെക്കൻ പണി പഠിച്ച് ദുബായിൽ കയറി തിരിച്ചു പോന്നപ്പോൾ സൗദി ഗൾഫ് രാജ്യങ്ങളിലേക്ക് കയറി. അവിടുന്ന് തിരിച്ചു പോന്നപ്പോഴാണ് 2 മെഷീനുമായിട്ട് തിരിച്ചു പോകുന്നത്. സ്വന്തമായിട്ടൊരു കട എന്ന ലക്ഷ്യത്തിൽ ഇവിടെ സ്ഥാപനത്തിൽ ഫസ്റ്റ് ഞങ്ങൾ ഓപ്പൺ ആക്കിയത് മില്ലുമടക്കാണ്. അവിടെ റൂം റെന്റ് കൊടുക്കാത്തതുകൊണ്ട് തിരിച്ചുവിട്ടു. പിന്നെ മഞ്ചേരി മുനിസിപ്പാലിറ്റിയിലെ കട അനുവദിക്കുന്ന മുനിസിപ്പാലിറ്റിയിലും കടട്ടിന്, പഞ്ചായത്തിലും കടട്ടിന്. കോർപ്പറേഷനാണ് ഞങ്ങൾ ലക്ഷ്യമിട്ട് നടത്തുന്നത്. കോർപ്പറേഷനിൽ കോഴിക്കോട് ഞങ്ങൾ നോട്ടം വിട്ടത്. പക്ഷെ അവിടെ ചില സാങ്കേതിക കാരണങ്ങളാണ് ഞങ്ങൾ കുറച്ച് പിന്നോട്ട് നിന്നിട്ടുണ്ട്. ഇനി ഒരു തിരിച്ചുവരവുണ്ട് ഞങ്ങൾക്ക്. പഞ്ചായത്തുകല്ല, ഇനി ഞങ്ങൾ വാർഡിലേക്ക് കടക്കാം. സ്വന്തമായി വീടുകളിൽ കയറിയിട്ട് വെട്ടിക്കൊടുക്കുക എന്ന ലക്ഷ്യമാണ്. കാരണം വണ്ടി സർവീസിന്റെ 24 hours അവൈലബിൾ ആണ്. കാരണം മൊബൈൽ പഞ്ചർ, മൊബൈൽ ബാർബർ വിളിച്ചാൽ ഏത് സമയം വിളിച്ചാലും ഉടനടി എത്തി ചെയ്തു കൊടുക്കുന്ന ഒരു സ്ഥാപനമായിട്ടാണ് ഞങ്ങൾ ഈ കാണുന്നത്. വലത്തെ ഭാഗത്ത് നിൽക്കുന്നതാണ് ഞങ്ങളെ മെയിൻ സൂപ്പർവൈസർ. കാണിച്ച രാജസ്ഥാൻ കേട്ടോ. ഈ മഞ്ചേരി പാണ്ടിക്കാടിന്റെ ഇടയില് നിയാസിന്റെ അത്ര വെട്ടാൻ വരുന്നത് ബാർബർമാര് ഇല്ല. വെട്ടറിന്റെ ഇടയിൽ വെള്ളം കുടിച്ചാലും സൗകര്യം വരാണ്ട് ഇവിടെ. നമ്മള് സ്ഥാപനം തുടങ്ങിയിട്ട് ഇപ്പൊ എത്ര കൊല്ലായി? ഒരു 7 കൊല്ലായി. പേരെന്താത്തത്? ഒരു പേരിട്ടൂടല്ലേ? പല പേരില് പല സ്ഥാപനം ഒരുപാട് ബ്രാഞ്ച് ഉണ്ട്. പക്ഷെ ഹെഡ് ഓഫീസ് മെയിൻ ഹെഡ് ഇതാണ്. വ്യത്യസ്ത കോപ്പറേറ്റീവ് വെള്ളം ഇൻക്ലൂഡാ? ചാർജ് ചെയ്ത് വെള്ളത്തിന് എക്സ്ട്രാ GST അടക്കം ബില്ല് ചെയ്ത് ലാസ്റ്റ്. നമ്മളെ മെഷീനുകൾ എന്നൊക്കെ പറഞ്ഞാലേ നിയാസ് പണ്ട് ദുബായിൽ നീന്ന സമയത്തുള്ള മെഷീനുകളാണ്. ഹൈടെക് മെഷീനാണ്. ഇതൊന്നും ഇവിടെ എവിടെ ഉണ്ടാവില്ല ഈ സാധനം. അടവർക്കാത്തിന് മെഷീൻ ഇപ്പൊ കൊണ്ടുപോകും. സത്യത്തിലാരും തിരിച്ചറിഞ്ഞില്ല. ഡിസ്കൗണ്ട് ഉണ്ട് കേട്ടോ. അതാണ് ഇവിടുത്തെ മെയിൻ പ്രത്യേകത. ഡിസ്കൗണ്ട് ചോദിച്ചാല് ഫോൺ വിളിച്ച് ശല്യപ്പെടുത്താന്നാല് 10 രൂപ ഡിസ്കൗണ്ട്. വേറൊന്നുണ്ട്, നോമ്പിനാണെന്നുണ്ട് ഇരട്ടി ചാർജ് ആവും. കാരണം ഫുഡും വാങ്ങി കൊടുക്കണ്ടേ. അപ്പൊ ഫുഡ് അക്കോമഡേഷൻ. അപ്പൊ കൂടെ വരുന്ന ആൾക്കാർക്ക് ഫുഡ് അക്കോമഡേഷൻ വേണം. പണ്ട് കറണ്ട് പോയ വെട്ടടക്കൂല. അതിന്റെ മേലെ കണ്ടിട്ട് ഇതെന്താ കമ്പനിയാ? അത് ഈ ബാറ്ററി പെട്ടുമെന്ന് ജനങ്ങളെ ശ്വസിക്കണ ഒരു ഇതുണ്ട്. മലിനമാക്കപ്പെട്ട ഒരു സാധനം വരും. അത് പുറത്തേക്ക് പുറന്തള്ളുന്ന ഒരു സാധനമാണ്. അല്ലാതെ പെരിച്ചായ ഒന്നും മാന്തിയല്ല. പിന്നെ ഇവിടുത്തെ മെയിൻ എന്താന്ന് വെച്ചാല് ഡിസൈൻ ചെയ്ത ഈ ചോര് തമിഴ്നാട് പോകും. ഞങ്ങള് സ്വന്തമായിട്ട് കമ്പനിയിൽ നിന്ന് ഡയറക്റ്റ് എടുക്കുന്ന ക്രീമുണ്ട്, രാജ ക്രീം. ഇപ്പോ ഇവിടെ സാധനം രാജ സ്റ്റോക്ക് കഴിഞ്ഞതാണ്. ഇന്ന് വൈകിട്ട് രാജന്റെ കാലിക്കുപ്പി ഉണ്ട്. വേറെ മത്തന്റെ മാർക്ക് വേറെ ഇപ്പോഴത്തെ പെട്ടിന്റെ പുറത്ത് അതല്ല, അതിന്റെ പുറത്ത് ചേർത്ത് രാജന്റെ കമ്പനിക്ക് വെല്ലുവിളിയാണ് നിയാസിന്റെ തൊട്ട് ബേക്കിൽ വെച്ച് സുറുമിട്ട് കൊടുക്കും. സെറ്റപ്പാണ്. സുറുമക്ക് ചാർജ് 2 രൂപ. 2 രൂപ. കാപ്പിപ്പൊടിയാ?
കാപ്പി കേസരി അത് കാപ്പി കേസരി ഇത് മറ്റേ ടാനൊക്കെ പോണതാണല്ലേ റബ്ബ ഇത് പുതിയതല്ലേ മാഷാ അല്ലാ പുതിയ ക്രീം എത്തി കടയിൽ പുതിയ ക്രീം എത്തി സുഹൃത്തുക്കളെ വന്നോളൂ വന്നോളൂ ഗോൾഡ് സ്ക്രൂ ഇത് പീനട്ട് ബട്ടർ വാങ്ങി ഇത് ഗോൾഡാണ് നിസാം ചൊരി കിട്ടത് ഇനി ഫുള്ള് ബ്രാൻഡ് ക്രീം ആകട്ടെ നമ്മളിതില് കെയർ ആൻഡ് കെയർ കോസ്മോ പാരച്ചൂട്ടിന്റെ വെളിച്ചെണ്ണ ഇതെന്താ നിയാസേ അത് ചോദിക്കരുത് ഇതെന്തിനാ അതെന്താ ചോദിക്കരുത് മസാജ് ചെയ്യാനാ ഞാനെത്തിണ്ട് അപ്പൊ ബ്ലോഗർ അതാണ് ഹൈലൈറ്റ് അപ്പൊ ഈ ഡിസംബർ മുതൽ അടുത്ത ഡിസംബർ വരെ കളിപ്പിക്കാനുള്ള ക്രീം എത്തിയാണ് കടയില് അത് ഹൈലൈറ്റ് ന്യൂസ് പേപ്പർ കട്ട് ചെയ്ത് ടിഷ്യൂ ന്യൂസ് പേപ്പർ സാധനമുണ്ട് നമ്മള് പണ്ടൊക്കെ മുട്ടിട്ടാൻ പോകുമ്പോ ചോമരങ്ങളെ പലക ഇപ്പോഴൊക്കെ സോഫ്റ്റ് ആണ് ഒന്നുണ്ട് അല്ലേ ബാർബർ ഷോപ്പിൽ ഇരിക്കാൻ പറ്റുന്നത് ഇത് നോക്കണം റിസ്ക് ഉണ്ടോ അപ്പൊ നാക്കയില്ല അത് പണ്ടത്തെ ഇത് ഓർമ്മപ്പെടുത്തി നമ്മളെ വേറെ പ്രശ്നം എന്താ വെച്ചാലേ മഴ ചെയ്ത് കഴിഞ്ഞാൽ ഏത് നിമിഷവും പിന്നെ ഫാൻ്റെ ആവശ്യമില്ല അല്ലേ മഴ ചെയ്ത് കഴിഞ്ഞാല് പിന്നെ ഫാൻ്റെ ആവശ്യം വരുന്നില്ല കാരണം ചോറ് ഫുള്ളും നനഞ്ഞാണ്ട് അതിന്റെ തണുപ്പുകൊണ്ട് എ സി ഇട്ടും ഒരു വ്യത്യസ്ത തരം വെട്ടലാണ് പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട് പൗഡറുള്ളത് വൈറ്റമിൻ സി വൈറ്റ് സിമെന്റോ പൊടിന് ഇത് സംഭവം നോക്കാം ഇപ്പൊ അടി കുറച്ച് കാലായിട്ടില്ല ബ്രേക്ക് ആയിട്ടില്ല എയർഫ്ലോഡ് എയർഫ്ലോഡ് സേവിങ് ഫോമിൽ വെള്ളാണ് ഒച്ചയൊക്കെണ്ടോ ക്രീമാ ക്രീം ഇടുക മുഖം നമ്മളെ ജൂലിയന്റെ കട്ടിങ് ഏകദേശം കഴിഞ്ഞിട്ടു ഇവിടെ എന്തൊരു മുടി വീണ്ടും മുടി അങ്ങട്ടില്ലാണല്ലേ ഈ കട്ടിങ് നിയാസ് പേരിട്ടിട്ടില്ല അസർബൈജാൻ കട്ട് വാ വാ ഞങ്ങൾ താടിയിലേക്ക് കിടക്കാണ് താടി സുന്ദരമാക്കപ്പെട്ടൊന്ന് ചെയ്യാനുണ്ട് ഒന്ന് വരക്കണം താടി വരക്കണേ വരടാലല്ലോ പെന്നും പേപ്പറൊക്കെ താടി ഇവിടെ നിർത്തുക താടി ചട്ടാവൂലിനെ തുടച്ചു നോക്കാം അപ്പൊ പോകും ഈ ഫാൻ ഇട്ടിട്ട് കുറച്ച് പോകണ്ട് നമുക്ക് താടി ഇവിടെ കുറച്ച് നിർത്തുക പിന്നെ ഇവിടെ ഇങ്ങോട്ട് താഴത്തേക്ക് അതേപോലെ തന്നെ കേട്ടോ ബ്ലേഡച്ച് പഠിച്ചാച്ച് നോക്കിക്കാതെ ആരാ ഇങ്ങോട്ടല്ലേ പറയേ ആ ഓക്കെ ഓക്കെ സെറ്റ് 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 ഇതാണ് ഇവിടുത്തെ ഹൈലൈറ്റ് അടി ചോപ്പത് മാറ്റിയപ്പോ തന്നെ എന്നെ കാണാൻ വേറെ രസമായി നല്ല ക്രീമുകൾ കിടക്കുന്നുണ്ട് തായ് മസാജ് വന്നോ ഇന്ന് അതിന് ക്രീം വന്നോ പൈസ അത് കിട്ടണ അതിന് ക്രീം വന്നോ ഞാൻ ഈ താടിമൊക്കെ എത്ര ക്രീം എനിക്ക് നഷ്ടമുണ്ടോ ക്രീം എടുത്ത കിട്ടണ നിയാസിന്റെ കത്തിയക്കലാണ് രസം കത്തി മേത്ത് തട്ടിന്നറിയില്ല അമ്മാരി സോഫ്റ്റ് അത് വെച്ച നിയാസ് ഒന്ന് കാണിച്ചു കൊടുത്താ അത്രയും സോഫ്റ്റ് ആയിട്ട് കത്തിയക്കണ മനസ്സിലായി ഞാൻ കണ്ടിട്ടില്ല ഉണ്ടോ കത്തി തട്ടിന്ന് അറിയണ്ടേ ഇല്ലല്ലോ എന്നാ ശരിക്കും വരുത്തുണ്ടായി അത്രയും സോഫ്റ്റ് ആയി കാലം ബ്ലേഡ് ഇല്ലേ
ബ്ലേഡില്ലേ കത്തി പറയാൻ പറ്റൂല ചിലപ്പോ അതുകൊണ്ടേ കാരണം ഉറുപ്പിකට കിട്ടല്ലേ. റോക്കി ദുബായിക്ക് പോയത് 2 കാലം. താടി പഠിച്ചിട്ട് വെറും ക്രീം മാത്രം കിട്ടണേ ആദ്യമായിട്ടാണ് കേട്ടോ. യാസിന് പ്രത്യേകം എന്താ വെച്ചാൽ ചങ്ങായിമാർക്കൊക്കെ ഫുൾ ഫ്രീ വെട്ടാം. ഫുൾ ഫ്രീ പറ്റി ഏത് മോഡല് വേണമെങ്കിലും നമ്മള് പറഞ്ഞു കൊടുത്താൽ മതി. ചെക്കനെ സെറ്റ് ആയി തരും. ചെക്കൻ ഒറ്റ നിബന്ധന ഉള്ളൂ. എന്താണ് നിബന്ധന? എന്താ നിബന്ധന പറഞ്ഞു കൊടുക്ക്. ഉച്ചക്ക് പെരീക്ക് കാര്യം കൊടുക്കണം ചോദിച്ചാൽ ചില നേരത്തെ ഓനെ പെരയിന്ന് എടുത്തോണ്ടും വേണം ആട് തിരിച്ചാക്കി കൊടുക്കണം. അതൊറ്റ നിബന്ധന ഉള്ളൂ. അതെ ചിലപ്പോ പഴിച്ചും കൂട്ടാൻ കൊടുക്കേണ്ടി വരും. അത് നോമ്പിനാണ് കൂടുതലുണ്ടാകുക. പക്ഷെ അങ്ങനെ നോക്കുമ്പോ നമുക്ക് വേറെ സ്ഥലത്ത് പോയി വെട്ടേക്കാൻ ലാഭം. പക്ഷെ എന്നാലും നമ്മൾ ഓനോടുള്ള സ്നേഹം കൊണ്ടാണ് വരുന്നത്. ഈ സാധനം എടുക്കണ്ടോ? അതുകൊണ്ടിന്റെ ഇത് ഇതോ ഇതിന്റെ ആധാർ കാർഡത്തെ ഫോട്ടോ ആണ്. അടിയാളാണ്, ലാൻഡ് മാർക്കാണ്. വേറെ ഒന്നുണ്ട്. ഇപ്പൊ 2 മണി കോസ്റ്റ്യൂം കണ്ടിട്ട് നല്ല അടിപൊളി ഉഡീസ് ഒക്കെ ഇട്ടാണ്ടായിട്ട് അതൊക്കെ സൗക്കത്തെ കണ്ടില്ലേ. ഏതെങ്കിലും ബാർബർ ഷോപ്പിൽ ഇങ്ങനെ ഒരേ മാതിരി ഡ്രസ് ഇട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഡ്രസ് കോഡാ യൂണിഫോം ആണല്ലേ. ഇവരെ എന്തൊക്കെയാ ഇട്ടെടുത്തു കേട്ടോ. എന്തുകൊണ്ടാണ് നമ്മളിവിടെ പോവാത്ത ചോദിച്ചാല് നമ്മളെ നെല്ലിക്കുത്ത് സ്കൂൾ കുട്ടികൾ ഫുള്ള് പോണം അപ്പൊ ഈ കട ഭീഷണിയാണെന്നുള്ള വാർത്ത അത് മാത്രം കൊണ്ട് ഇവിടുന്ന് പോവാത്തെ. കാരണം എല്ലാ കുട്ടികളും സ്കൂൾക്ക് എത്തുന്നുണ്ടോ പെരിയേക്ക് എത്തുന്നുണ്ടോ നോക്കേണ്ട കടമ നമുക്കാണ്. അതുകൊണ്ടാണ് ഇവിടുന്ന് പോവാത്തെ. ഞാൻ കുട്ടികളെ അല്ല മുനിസിപ്പാലിറ്റിയിലാകുമ്പത്തിന് വാടക കൂടുതലുണ്ടോ? മുനിസിപ്പാലിറ്റിയിൽ വെച്ചാൽ നികുതി കൂടും. നികുതി ഞങ്ങളെങ്ങനെ പ്രശ്നം മാറ്റില്ല. അതായത് നികുതി എങ്ങനെ വെച്ചാൽ വർഷത്തില് കെട്ടിടത്തിന്റെ ഓണർ വന്ന് വാടക കൂട്ടും. അപ്പൊ അതിനൊക്കെ തുച്ഛമായ ഒരു സംഖ്യയാണ് ഞങ്ങൾ നികുതിയായിട്ട് കൊടുക്കുന്നത്. വളരെ പെട്ടെന്ന് തന്നെ മറുപടി കൊടുക്കാറുണ്ട്. പോയി പണിയൊക്കെ. ഈ മുതലാളി കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക. അപ്പൊ 7 കൊല്ലമായിട്ട് നമ്മള് ബാർബർ ഷോപ്പിന് ഒരു പേരില്ല. അപ്പൊ ഈ വീഡിയോ കാണുന്നത് നല്ലൊരു പേര് UP ഉത്തർപ്രദേശിലെ കാണുന്ന ഈ ഒരു പരമ്പരാഗത ബാർബർ ഷോപ്പിന് ഇടാൻ പറ്റിയൊരു പേര് സജസ്റ്റ് ചെയ്യുക, കമന്റ് ചെയ്യാം. നിങ്ങൾ ഫസ്റ്റ് ആയിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ വീഡിയോ ഫസ്റ്റ് ആയിട്ട് കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യാ. ബെല്ലൈക്കണ് ബെൽ ബട്ടൺ ഉണ്ടോ അറിയില്ല, ഞാൻ കൊറേ നോക്കി. കാണുന്നുണ്ടെങ്കിൽ കാണാണെങ്കിൽ കുത്തിക്കൊണ്ടി. പിന്നെ പറയാലെന്ന് വെച്ചാല് വീഡിയോ കണ്ടാൽ സ്കിപ്പ് ചെയ്യരുത്. സ്കിപ്പ് ചെയ്ത് കണ്ട പൊരുത്തല്ല. പിന്നെ പറ്റുന്ന വെച്ചാല് എല്ലാ ഞായറാഴ്ചകളാണ് നമ്മൾ വീഡിയോ വരാറ്. ഓക്കെ ചറപ്പാർട്ട് പോലീസ് ലുക്ക് ആയിട്ടോ. പോലീസല്ലേ പോലീസാണെങ്കിൽ പോലീസല്ല ലുക്ക് ആവാൻ കഴിഞ്ഞു. അതൊക്കെ കഴിഞ്ഞു, 2 കഴിഞ്ഞു. അപ്പൊ ഈ ഒരു വെട്ടലോട് കൂടി ഇന്നത്തെ വ്ളോഗ് അവസാനിച്ചിരിക്കുന്നു.